ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് പിന്തുണയുമായി ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യയുമായി സൈനിക സഹകരണത്തിന് തയ്യാറാണെന്നും പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറാണെന്നും BLA വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനെ ആഗോള ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് BLA ആവശ്യപ്പെട്ടിരിക്കുന്നു. BLA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഏറ്റവും സുപ്രധാനമായ വാർത്തയുള്ളത്. ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂജ് മേഖലയിലും കത്വ മേഖലയിലും വലിയ സൈനിക മുന്നേറ്റം നടത്തിയിരുന്നു. പാകിസ്ഥാൻ സേനയെ ബലൂജ് മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് സാധിച്ചിരിക്കുന്നു. നേരത്തെ വർഷങ്ങളായി നടക്കുന്ന സംഘർഷം, ആ സംഘർഷം കഴിഞ്ഞ 4-5 മാസത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായത്. പാകിസ്ഥാന്റെ ഡസൻ കണക്കിന് 100 കണക്കിന് സൈനികരെയാണ് BLA കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴ്ചകൾക്ക് മുൻപ് നടന്ന യുദ്ധത്തിൽ വധിച്ചത്. ഇതുകൂടാതെ BLA വൻതോതിലുള്ള മുന്നേറ്റം ഈ മേഖലയിലേക്ക് നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്ത കഴിഞ്ഞ 4-5 ദിവസത്തിനിടയിൽ മറുഭാഗത്ത് BLA നടത്തിയ മുന്നേറ്റം പാകിസ്ഥാൻ സേനയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കാരണം ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സേനയ്ക്ക് അപ്രതീക്ഷിതമായുണ്ടായ BLAയുടെ ആക്രമണം വളരെ പ്രതിരോധിക്കാൻ കഴിയാതെ വളരെയധികം പരാജയം സംഭവിക്കേണ്ടി വന്നു. കത്വയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾ BLA ആക്രമിക്കുകയും ബലൂജ് പോരാളികൾ അവിടെയുള്ള പാകിസ്ഥാൻ സൈന്യത്തെ വധിക്കുകയും ബാക്കിയുള്ളവരെ തടങ്കലിലാക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകൾ BLA തകർത്തു. ഇതുകൂടാതെ കത്വ അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ പല മേഖലകളും പല നഗരങ്ങളും ബലൂജ് ലിബറേഷൻ പോരാളികൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ. ഇപ്പോൾ ഇതാ അതിന്റെ തുടർച്ചയായി ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ മുതൽ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഒളിവിൽ സഹായം കൊടുക്കുന്നത് ഇന്ത്യ ആണെന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. BLAക്ക് സാമ്പത്തികമായും സായുധപരമായും സഹായം നൽകുന്നത് ഇന്ത്യയാണ് എന്ന ഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചു. അന്നൊക്കെ അതിനെ നിഷേധിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ എടുത്തത്. ഇപ്പോൾ ഇതാ BLA പരസ്യമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യക്കൊപ്പമാണ് BLA എന്ന് BLA പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുമായി സൈനിക സഹകരണത്തിന് തയ്യാറാണ്. പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യക്കൊപ്പം ചേർന്ന് പാകിസ്ഥാനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണെന്ന് BLA വ്യക്തമാക്കിയിരിക്കുന്നു. BLAയുടെ ഈ പ്രതികരണത്തോട് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും BLA ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് വളരെ ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ ഭീകരവാദം ഉൽപ്പാദിപ്പിക്കുന്നു. ആഗോള ഭീകരവാദത്തിന് പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ കൈകളിൽ ചോരക്കറ പുരണ്ടിരിക്കുന്നു. സാധാരണക്കാരുടെ ചോരക്കറ പുരണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ആഗോള ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ BLA ചെയ്തിരിക്കുന്നത്. BLAയുടെ ഈ നീക്കം സുപ്രധാനമാണ്. ബലൂജ് മേഖലയുടെ നിയന്ത്രണം ഒന്നാകെ BLA പിടിച്ചിരിക്കുന്നു. ബലൂജ് മേഖലയും സമീപത്തുള്ള ഖൈബർ പഖ്തൂൺ മേഖലയും ഒക്കെ തന്നെ ഇപ്പോൾ BLAയുടെ നിയന്ത്രണത്തിലാണ്. ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രഖ്യാപനം നടത്താനുള്ള നീക്കത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമി. പാകിസ്ഥാനെ കീറിമുറിച്ചുകൊണ്ട്, പാകിസ്ഥാനെ നെടുകെ പിളർത്തിക്കൊണ്ട് ബലൂചിസ്ഥാൻ എന്ന കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായുള്ള ബലൂജ് ജനതയുടെ ആവശ്യം അതിപ്പോൾ നടക്കാൻ പോകുന്നു. പാകിസ്ഥാനെ പിളർത്തി ബലൂജ് എന്ന രാജ്യം രൂപപ്പെടുകയാണ്. അതിന് പരോക്ഷമായി സഹായിച്ചത് ഇന്ത്യ ആണെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ BLAയുടെ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് BLA പറഞ്ഞിരിക്കുന്നു. യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പമാണ്. പാകിസ്ഥാനെ ആക്രമിച്ച് തകർക്കാം. പാകിസ്ഥാനെ എതിരിടാൻ വേണ്ടി ഇന്ത്യയുമായി സൈനിക സഹകരണത്തിന് തയ്യാറാണ്. 7 നിമിഷം വേണമെങ്കിലും ഇന്ത്യക്കൊപ്പം ചേർന്ന് പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ പാകിസ്ഥാനെ തങ്ങൾ ആക്രമിച്ച് പരാജയപ്പെടുത്തുമെന്നും പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്നും ലോകത്തെ ഭീകരതയ്ക്ക് മുഴുവൻ പാലൂട്ടി വളർത്തുകയും ലോകത്തെ ഭീകരതയ്ക്ക് മുഴുവൻ വെള്ളവും വളവും നൽകി അതിനെ വലുതാക്കുകയും ചെയ്തത് ഈ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നിരപരാധികളുടെ ചോര വീണ ഒരു മണ്ണാണ് എന്ന് BLA പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ബലൂജ് ലിബറേഷൻ ആർമിയുടെ വളരെ ശക്തമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. BLA പോരാളികൾ പാകിസ്ഥാന്റെ ഒരു ട്രെയിനിനെ തന്നെ
കത്വയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ഒരു ട്രെയിൻ, ആ ട്രെയിനിനെ അപ്പാടെ തട്ടിയെടുത്തു BLA. ആ ട്രെയിനിലുണ്ടായിരുന്നത് സൈനികരായിരുന്നു. കത്വയിലും പരിസര പ്രദേശങ്ങളിലും സൈനിക സേവനം നടത്തിയ ശേഷം അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന 300-ലധികം വരുന്ന സൈനികർ യാത്ര ചെയ്തിരുന്ന ട്രെയിനാണ് BLA തട്ടിയെടുത്തത്. ആ ട്രെയിനിലുള്ള 300-ലധികം സൈനികരെയും BLA വധിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ലോകത്തോട് കള്ളം പറഞ്ഞത്, പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ കള്ളം പറഞ്ഞത്, ഇതിൽ ഒരു പാകിസ്ഥാൻ സൈനികൻ പോലും കൊല്ലപ്പെട്ടില്ല, കൊല്ലപ്പെട്ടവരെല്ലാം BLA-യുടെ പോരാളികളാണ്, കൂടാതെ ട്രെയിനിലെ യാത്രക്കാരായ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് കള്ളമാണ് പാകിസ്ഥാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ദൃക്സാക്ഷികൾ നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിലെ ബോഗികൾക്കുള്ളിൽ 100 കണക്കിന് പാകിസ്ഥാൻ സൈനികരുടെ മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നു. ആ ട്രെയിനിലുണ്ടായിരുന്ന മുഴുവൻ പാകിസ്ഥാൻ സൈനികരെയും BLA വധിച്ചു. അത്തരത്തിൽ 300-ലധികം സൈനികരുടെ മരണമുണ്ടായിട്ടും അതിനെ ലോകത്തോട് വിളിച്ചു പറയാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. നമുക്കറിയാം, ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വൻതോതിലുള്ള ആക്രമണം നടത്തി. അതിനുശേഷം ഇന്ത്യയുടെ റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ ഇന്ത്യയിലേക്ക് എത്തി. എന്നാൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ, പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം, പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞ വാർത്ത എന്താണ്, പ്രചരിപ്പിച്ച വാർത്ത എന്താണ്? ഇന്ത്യയുടെ 5ഓ 6ഓ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ സുഖോയ് വിമാനത്തെ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ മിറാഷിനെ വെടിവെച്ചിട്ടു. എന്നാൽ പിന്നാലെ ഇന്ത്യ തെളിവുകൾ സഹിതം പറഞ്ഞു, ഞങ്ങളുടെ വിമാനങ്ങൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ആക്രമണം നടത്തി, ഒരു വിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ വിമാനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ പാകിസ്ഥാന് സംഭവിച്ചതോ, പാകിസ്ഥാന്റെ 500 മുതൽ 700 വരെ ഡ്രോണുകളെ വെടിവെച്ചിട്ടു. പാകിസ്ഥാന് ചൈന നൽകിയ J-17 വിമാനം വെടിവെച്ചിട്ടു. പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങൾ ആക്രമിച്ച് തകർത്തു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പാകിസ്ഥാന്റെ ആണവ പരീക്ഷണ കേന്ദ്രത്തിന്റെ മുറ്റത്ത് ബോംബിട്ടു ഇന്ത്യ. അങ്ങനെ പാകിസ്ഥാനിലെ ഭരണ നേതൃത്വവും സൈനിക നേതൃത്വവും ഒളിയിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ അടിമുടി കള്ളം പറയുന്ന പാകിസ്ഥാന് ഇപ്പോൾ ഇതാ അതിശക്തമായി തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയോടൊപ്പം കൈകോർക്കുമെന്ന് BLA വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനെ കീറിമുറിച്ചുകൊണ്ട്, പാകിസ്ഥാനെ വിഘടിപ്പിച്ചുകൊണ്ട് ബലൂച്ച് എന്ന രാജ്യത്തിന്റെ പ്രഖ്യാപനത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിരിക്കുകയാണ്. കത്വയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾ BLA ആക്രമിക്കുകയും ബലൂച്ച് പോരാളികൾ അവിടെയുള്ള പാകിസ്ഥാൻ സൈന്യത്തെ വധിക്കുകയും ബാക്കിയുള്ളവരെ തടങ്കലിലാക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകൾ BLA തകർത്തു. ഇതുകൂടാതെ കത്വ അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ പല മേഖലകളും പല നഗരങ്ങളും ബലൂച്ച് ലിബറേഷൻ പോരാളികൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ. ഇപ്പോൾ ഇതാ അതിന്റെ തുടർച്ചയായി ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ മുതൽ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഒളിവിൽ സഹായം കൊടുക്കുന്നത് ഇന്ത്യ ആണെന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. BLAക്ക് സാമ്പത്തികമായും സായുധപരമായും സഹായം നൽകുന്നത് ഇന്ത്യയാണ് എന്ന ഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചു. അന്നൊക്കെ അതിനെ നിഷേധിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ എടുത്തത്. ഇപ്പോൾ ഇതാ BLA പരസ്യമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യക്കൊപ്പമാണ് BLA എന്ന് BLA പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുമായി സൈനിക സഹകരണത്തിന് തയ്യാറാണ്. പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യക്കൊപ്പം ചേർന്ന് പാകിസ്ഥാനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണെന്ന് BLA വ്യക്തമാക്കിയിരിക്കുന്നു.